അതിന് ദൈവം ഇടയാക്കട്ടെ. അത് ഏറ്റുവാങ്ങുന്ന ആളിനും കൊടുക്കുന്ന ആളിനും എല്ലാം നല്ല നല്ല ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം തീരുമാനം. കാരണം ഒരു വൈദികന ദൈവവചനം പറയുന്ന ഒരാളാണ്. അപ്പോൾ ആളിന് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു സത്യം. ആദ്യം ഞങ്ങൾക്ക് കേട്ടപ്പോൾ വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ആലോചിച്ചപ്പോൾ വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് അച്ഛനായതുകൊണ്ട്. നമസ്കാരം. ഇൻസ്പിറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കീർത്തി എം ആനന്ദ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ ഷിബു എ സണ്ണിയെ ആണ്. അദ്ദേഹത്തെ വിവരിക്കാൻ കുറച്ച് വാക്കുകൾ മാത്രം മതിയാകും. ആവശ്യക്കാരനെ സഹായിക്കുന്നതാണ് ആത്മീയത എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദൈവാന്വേഷി. തൻ്റെ മാതാവിനെയും പിതൃ സഹോദരിയെയും ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നല്ല പിതാവ്. തൻ്റെ ചുറ്റുമുള്ളവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നിറവേറ്റാൻ വലിയ ശ്രമം നടത്തുന്ന ഒരു നല്ല അയൽക്കാരൻ. വചനം പഠിക്കാനും പഠിച്ച വചനം പ്രഘോഷിക്കുവാനും തൻ്റെ വികാരിയച്ഛനോടൊപ്പം ചേർന്നവൻ. ആ വൈദികൻ്റെ പ്രവർത്തന മേഖല കോട്ടയം മെഡിക്കൽ കോളേജ് ആയപ്പോൾ ഷിബുവും ഒപ്പം കൂടി. ആഴ്ചയിൽ 2-3 ദിവസം ആവശ്യക്കാർക്ക് ആശ്വാസവും സഹായവും എത്തിക്കുന്നത് ജീവിത ദൗത്യമായി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യസ്നേഹി. അവസാനം ആ വൈദികൻ രോഗിയായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ജീവൻ്റെ ഒരു അംശം മുറിച്ചു നൽകാൻ തീരുമാനമെടുത്ത ഒരു വിശാല ഹൃദയൻ ശ്രീ ഷിബു എ സണ്ണി. എന്താണ് ജോലി? എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കോട്ടയം നാമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മൈക്ക് അനൗൺസ്മെൻറ്റ്, ഞങ്ങൾക്ക് അതിന് ടൈം കീപ്പിംഗ് യൂണിറ്റ് എന്നാണ് പേര്. അവിടെ 17 ദിവസവും ബാക്കി വരുന്ന ദിവസങ്ങളിൽ വീടിൻ്റെ അടുത്തേക്കുള്ള കിണറുകൾ തേക്കാൻ പോകും. ഷിബു പല സേവന പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തൊക്കെയാണ്? ഞാൻ 2017 മുതൽ സെൽവിയാനി അച്ഛൻ്റെ കൂടെ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ കൂടെ ഒപ്പം പോകുമായിരുന്നു. അന്നേരം അവർക്ക് ചിലർക്ക് ബ്ലഡ്, ഭക്ഷണം, ചെറിയ ചെറിയ തുണികൾ ഒക്കെ വാങ്ങുന്ന അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്, സത്യകൂടാരം. അവിടെ തുടങ്ങിയ കാലം തൊട്ടേ ഇടയ്ക്കൊക്കെ പോയി അവിടെ സഹായം ചെയ്യും. പിന്നെ പള്ളിയിലൊരു ബ്ലഡിൻ്റെ തന്നെ ഞങ്ങൾക്ക് ഒരു അയൽക്കൂട്ടമുണ്ട്, 14 പേരുടെ. ഞങ്ങൾ 14 അതിനകത്ത് ബ്ലഡ് വേണ്ടവർക്ക് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ അടുത്തുള്ള രോഗികളെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ സംസാരിച്ചിരിക്കും, ദൈവജനമൊക്കെ പറയും. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പലരെയും അങ്ങനെ ഞങ്ങൾ വരുന്നവരെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യ സേവന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? എന്നാണ് തുടങ്ങിയത്? ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിൻ്റെ അവസ്ഥ മോശമായപ്പം എൻ്റെ ചേട്ടനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടാക്കി. അവിടെ 1 മാസത്തോളം അവിടെ ആയിരുന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുമായിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ വായിക്കുമായിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ വായനയിലൂടെയാണ് എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരം എനിക്ക് തരാൻ കഴിയുന്നത്. പിന്നീട് അവിടെ നിന്ന് 1 മാസം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഞാൻ പള്ളിയായിട്ട് സഹകരിച്ചു. പള്ളിയിൽ നിന്നും പോകത്തില്ലായിരുന്നു. അന്നത്തെ വികാരി അച്ഛൻ അഗസ്റ്റിൻ കളർക്കൽ അച്ഛനായിരുന്നു. ആ അച്ഛന് എന്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പൊതുവെ ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാവരും സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ പൊതുവെ എന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു, ആ ഒരു കരുതലുണ്ടായിരുന്നു. പിന്നീട് ഈ സഹായം ആവശ്യമുള്ള സഹിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെയും സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. ഷിബു കോട്ടയം മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ ആർക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്? പ്രത്യേകിച്ച് ക്യാൻസർ വാർഡ്, പിന്നെ ഡയാലിസിസ് സെൻ്ററ്, അതുപോലെ തന്നെ ഐസിയുയിൽ പ്രവേശിച്ച രോഗികളുടെ സഹായിക്കുക. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എന്നെ ഇതാക്കിയത് ഒന്ന് ക്യാൻസർ വാർഡിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ഒരു ചേച്ചി, 3 കൊച്ചു പിള്ളേരാണ്. അവരുടെ ബ്ലഡ് ക്യാൻസറായിട്ട് ബ്ലഡ് ആഴ്ചയിൽ 8 യൂണിറ്റ് 6 യൂണിറ്റൊക്കെ ബ്ലഡ് വേണ്ടി വരുമ്പോൾ അവരുടെ വിഷമം അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുക.
പിന്നെ ICUവിൻ്റെ വാതിക്കൽ ഒരു കുമിളിയിൽ നിന്ന് വന്നൊരു അമ്മ 6 ദിവസം മറ്റോ ആയി കുളിച്ചിട്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെയൊക്കെയുള്ളവർക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനും ഒക്കെ ഒക്കെ പിന്നെ ഡയാലിസിസിന് ആഴ്ചയിൽ 3 തവണയൊക്കെ വരുന്നവർ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പം അപ്പോൾ ഇത് പിന്നെ പറഞ്ഞാൽ തീരാത്ത അത്രയും സേവനങ്ങൾ ചെയ്യേണ്ട ഒരു ഇടമാണ് അത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വന്നു പോകുന്നത്. സെൽവി ആൻ്റണി അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലോ, ആരാണ് സെൽവി ആൻ്റണി അച്ഛൻ? അച്ഛൻ വിജയപുരം രൂപതയിലെ നട്ടാശ്ശേരി സെൻറ് മേരീസ് ഇടവകയിൽ 2016 വികാരിയച്ഛനായിട്ട് വന്ന. അപ്പോൾ അച്ഛൻ്റെ വചനം, അച്ഛൻ പറയുന്ന ദൈവവചനം മനുഷ്യർക്ക് നല്ല രീതിയിൽ അച്ഛൻ ആത്മാർത്ഥതയോടുകൂടി ദൈവവചനം പറയുകയും കുടുംബ പ്രാർത്ഥനകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നത് അത് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ അതിലേക്ക് ഒരു ആകർഷണമായി. പിന്നീട് ഞാൻ ഓരോ സംശയങ്ങൾ അച്ഛനോട് ചോദിക്കും. എല്ലാ സംശയങ്ങൾക്കും അച്ഛന് പഠിപ്പിക്കുന്ന രീതി തന്നെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും മാറ്റിവെച്ച്, എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അത് പറഞ്ഞുതരും, വചനം പറഞ്ഞുതരും. പിന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ ആത്മാർത്ഥതയോടുകൂടിയാണ്. ഒരു 1.25 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് അച്ഛന് കിട്ടിയ ശുശ്രൂഷ മേഖല മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുശ്രൂഷ മേഖലയായിരുന്നു. അന്നേരം ഞാൻ കൂടെ ചെല്ലും, ബൈബിളിലെ സംശയങ്ങളും ചോദിക്കും, അച്ഛനെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി കൂടെ പോകുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ എൻ്റെ ഗുരുവാണ്, എൻ്റെ ഗുരുസ്ഥാനത്ത് അച്ഛനാണ്. ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ബ്ലഡ് പണ്ട് മുതലേ ഞാൻ കൊടുക്കുന്ന ഒരാളാണ്, ബ്ലഡ് കൊടുത്ത് ശീലിക്കുന്ന ഒരാളാണ്. കൂടാതെ 1 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ വികാരിയച്ഛൻ അഗസ്റ്റിൻ മേച്ചലിലച്ഛനാണ് BSSൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞങ്ങളൊരു അയൽക്കൂട്ടം, BSSൻ്റെ കീഴിൽ തന്നെ അയൽക്കൂട്ടങ്ങളുണ്ട്. അതിലൊരു കൂട്ടായ്മ അല്ലെ ഫെയ്ത്ത് എന്ന് പറഞ്ഞ അയൽക്കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഞാനൊരു നിർദ്ദേശം അയൽക്കൂട്ടത്തിൽ വെച്ചു. ഞങ്ങൾ 14 പേരുണ്ട്. 14 പേര് കൂടി അച്ഛനെ സമീപിച്ചു. അച്ഛൻ അത് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഒരു ക്യാമ്പ് നടത്തി. അതിനകത്ത് ഒട്ടനവധി ആളുകൾ ഗ്രൂപ്പിൽ അംഗമായി. ഇപ്പോൾ സജീവമായിട്ട് 14 പേരും ആക്റ്റീവായിട്ട്, കൂടാതെ വീടിൻ്റെ അടുത്തുള്ള മറ്റു മതസ്ഥരെ, രാഷ്ട്രീയക്കാരെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ അത് എല്ലാവരോടും കൂടി യോജിച്ച് ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ വലിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു. രോഗിയായ സെൽവി അച്ഛന് ഒരു വൃക്ക ദാനം ചെയ്യുവാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്? ഞാൻ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ കാലിൽ നീരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ തന്നെയൊക്കെ പറഞ്ഞു, ശകലം പ്രശ്നമുണ്ട് ഷിബു എന്ന് പറയായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരിക്കൽ ഒരു രോഗിയോട്, ക്യാൻസർ വാർഡിലുള്ള ഒരു രോഗിയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛനും പറഞ്ഞു, എൻ്റെ കാര്യം അതിനാളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ കൂടെ പോയായിരുന്നു. ഞാൻ കൂടെ പോയപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു, അച്ഛാ 13% മുകളിലായി ക്രിയാറ്റിൻ്റെ അളവ്, ഇനി സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. പക്ഷേ തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ പ്രസംഗിച്ച സുവിശേഷം വചനം പറഞ്ഞ പള്ളികളൊക്കെ കാണിച്ച് തരും. കാറയിലിരുന്നുണ്ട്. ഞാനവിടെ 3 മാസം ഉണ്ടായിരുന്നു, ഈ പള്ളിയിൽ 6 മാസം ഉണ്ടായിരുന്നു. അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ കൂടെ അച്ഛൻ പറഞ്ഞു, സുവിശേഷം പറഞ്ഞ് ഇതുവരെ കൊതി തീർന്നിട്ടില്ല ഷിബു. പക്ഷെ അതെന്നെ ഏറ്റവും കൂടുതൽ വളരെ വേദനിപ്പിച്ചു. അന്ന് തിരിച്ച് പ്രീസ്റ്റ് റൂമിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കൂടുതലായിട്ട് നിർബന്ധിച്ചു. അച്ഛൻ ഞാൻ തരാമെന്ന് പറഞ്ഞതല്ലേ, എൻ്റെ ചേരുവെങ്കിൽ ഞാൻ തരും. അച്ഛൻ എന്ന സന്തോഷത്തോടെ ഞാൻ പറയുന്നത്. അത് കൊടുക്കാനുള്ള കാരണം, ഒരു വൈദികനെ സംബന്ധിച്ചോളം സുവിശേഷം പറയുക, യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അതൊരു അച്ഛനെക്കൊണ്ട് കഴിയും. ഒരു അൽമായൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ കർത്താവിനോടുള്ള എൻ്റെ സ്നേഹവും വചനത്തോടുള്ള എൻ്റെ ഒരു കടപ്പാടും സ്നേഹവും ഒക്കെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷം യേശുക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ, വളരെ ആത്മാർത്ഥത്തോടുകൂടി തന്നെ ഞാൻ വീണ്ടും അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ സമ്മതിച്ചു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അച്ഛൻ ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് സുവിശേഷം ഒരുപാട് പേരിലെത്തും. ഒരുപാട് അച്ഛന് നന്നായിട്ട് കഴിവുണ്ട്, അച്ഛന് പറയാനുള്ള കഴിവുണ്ട്. വളരെ ഏറെ സന്തോഷിക്കുന്നു.
ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അമ്മയുടെയും ഭാര്യയുടെയും ജ്യേഷ്ഠൻ്റെയും പ്രതികരണം എന്തായിരുന്നു? ഇത് കേട്ടപ്പോൾ തന്നെ ആദ്യം ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വൈദികനാണ്, അച്ഛനെ അറിയാം, അച്ഛൻ വീടുകളിലൊക്കെ വന്നിട്ടുള്ള, എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള, പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുള്ള. പിന്നീട് അച്ഛനാണെന്ന് അറിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഇഷ്ടത്തോട്, അല്ലെങ്കിൽ അവർക്ക് നല്ല പൂർണ്ണ ഒരു സ്നേഹത്തോടെ ഒരു ബോധ്യവും, അല്ല സ്നേഹത്തോടെ ഒരു താല്പര്യം അവരും കാണിച്ചു. അവരും കുഴപ്പമില്ല, അച്ഛനല്ലേ കൊടുക്കുന്നത്. അമ്മയും പറഞ്ഞു, ഒരച്ഛനല്ലടാ കൊടുക്കുന്നത്, നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ ഭാര്യ, എൻ്റെ ചേട്ടൻ അച്ഛൻ്റെ, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ, ചേട്ടനേ ഉള്ളൂ അപ്പൻ്റെ സ്ഥാനത്ത്. ചേട്ടനും സമ്മതിച്ചു. പിന്നെ അതുകൂടാതെ എൻ്റെ ചേട്ടത്തിയമ്മ, പുള്ളിക്കാരത്തി നല്ല സപ്പോർട്ടായിരുന്നു. റീന സാബു എൻ്റെ ചേട്ടത്തിയമ്മയുടെ പേര്. എൻ്റെ ചേട്ടത്തിയമ്മ എപ്പോഴും ഇടയ്ക്ക് ചോദിക്കും, എപ്പോഴാണ് പോകുന്നത്, സമയമായോ ദിവസമായോ എന്നൊക്കെ ചോദിക്കും. ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ചേട്ടന് 2 മക്കളുണ്ട്, 4 പേര്. അവർ ദൈവവിശ്വാസത്തിലും പിന്നെ മനുഷ്യർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്നവരായിട്ട് നല്ല തൊഴിലൊക്കെ എടുത്ത് സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാകണം എന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുമുണ്ട്. മനുഷ്യരെ സേവിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം. കൈക്കെന്ത് പറ്റി? ജോലി സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ട് വീണതാണ്. ഈ വിരലിനൊരു ചെറിയൊരു പ്രോബ്ലം, അതുള്ളൂ. ഈ കാര്യം വികാരി അച്ഛനോടും അടുത്ത കൂട്ടുകാരോടും പറഞ്ഞു കാണുമല്ലോ, അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഈ വിവരം എൻ്റെ വികാരി അച്ഛനായ അഗസ്റ്റിൻ മേച്ചേരി അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛന് സന്തോഷമായി. അച്ഛൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ യൂണിയൻ്റെ പ്രസിഡൻറ്റ് PA ബോസേട്ടന് ഏറ്റവും വലിയതായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പറഞ്ഞത് അദ്ദേഹമാണ്. പിന്നെ കൂടാതെ സന്തോഷ്, സനൽ, ഷിബു, പിന്നെ വാർഡ് മെമ്പറായ ഉഷച്ചേച്ചി, അനൂപ്, ബിനു, ഇവരുടെ എല്ലാവരുടെയും, പിന്നെ പള്ളിയിലുള്ള സുഹൃത്തുക്കൾ, അല്ലാതെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കിണറൊക്കെ തേകുന്ന അവർ സുഹൃത്തുക്കൾ, എല്ലാവരും പറയും. പിന്നെ അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടാതെ ഒരു മാസം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ബബി എന്നവന്, അദ്ദേഹത്തിൻ്റെ പേര്, അവനൊരു മാസം കൂടെ നിൽക്കാൻ വരാമെന്ന് തന്നെ എന്നോട് പറഞ്ഞു. അവനാണ് കൂടെ നിൽക്കുന്നത്. പിന്നെ മെഡിക്കലിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തിന് ഒരുപാട് കാഴ്ചകൾ കാണും. ഈ ഡയാലിസിസിന് പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കാരണം ചിലപ്പോൾ ഡയാലിസിസൊക്കെ മുടങ്ങിപ്പോവും. പിന്നെ ക്യാൻസർ രോഗികൾക്കൊക്കെ ഓരോ സാധനങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കണം, എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം. പിന്നെ മറ്റ് പല ആവശ്യത്തിന്, ഭക്ഷണത്തിന്, അങ്ങനെ മറ്റ് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരെ കാണാറുണ്ട്. പക്ഷെ അവർക്കെല്ലാം അപ്പോൾ വേണ്ടത് സത്യത്തിൽ പണമായിട്ട് തന്നെയാണ്. പക്ഷെ അന്നേരം ഓർക്കും, കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ കൊടുക്കായിരുന്നു, സഹായിക്കാമെന്നൊക്കെ അന്നേരം ചിന്തിക്കും. അപ്പം അങ്ങനെ ഒരുപാട് നന്മ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ നാട്ടിലൊക്കെ. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം സഹായിക്കണം എന്നതാണ് ഒരാഗ്രഹം. പിന്നെ ഞാനൊരു മദ്യപാനിയായിരുന്നു. അപ്പം ഒരു മദ്യപാനിയുടെ കുടുംബത്തുണ്ടാകുന്ന അവരുടെ കുടുംബങ്ങളുടെ വേദനകൾ എനിക്ക് എപ്പോഴും മനസ്സിലാവും. കാരണം എൻ്റെ അമ്മയും ഭാര്യയും എൻ്റെ ചേട്ടനും ഒക്കെ, ചേട്ടത്തിയൊക്കെ ഒത്തിരി എൻ്റെ കൂട്ടുകാരൊക്കെ അനുഭവിച്ചത് അത് ഓർക്കുമ്പോൾ തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം പലരുടെയും വീട്ടിലെ അവസ്ഥ മോശമാണ്. അപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ അവരുടെ അത് ചികിത്സിക്കാനുള്ള പണമോ ഒന്നും കാണത്തില്ല. എൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അശോകൻ, പേര് പറഞ്ഞല്ല, അശോകൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അശോകൻ ചേട്ടൻ, ബിനു എൻ്റെ ചേട്ടൻ, അവരൊക്കെ അതിനു വേണ്ടി എനിക്ക് വേണ്ടി പൈസ മുടക്കാനും ഒക്കെ അവരുണ്ടായിരുന്നു. പക്ഷെ അതല്ലാത്ത സുഹൃത്തുക്കളില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒക്കെ അതിൽ നിന്ന് മാറ്റാൻ, ആ കുടുംബത്തെ വേദനയിൽ നിന്ന് അവരെ ഒന്ന് രക്ഷിക്കാനും ഒക്കെ വേണ്ട ഒരു പ്രസ്ഥാനം, അല്ല അങ്ങനെയുള്ളൊരു അവരെ മാറ്റം ഉണ്ടാക്കാൻ, രൂപപ്പെടുത്താനുള്ള ഒരു പ്രസ്ഥാനം എൻ്റെ മനസ്സിലുണ്ട്. അതൊരാഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കുക, അത് സാധിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട് ഒരുപാട്. അപ്പം അവർക്കൊക്കെ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് പാട്, അതുപോലെയുള്ള കിടക്കൽ ദേഹം തുടയ്ക്കുന്ന
തുണി, അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി ചിലവുകളുണ്ട്. അപ്പോൾ അവരോട് പോയി ഒക്കെ സംസാരിക്കാനും അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ള അങ്ങനെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സിനകത്ത്. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവിൻ്റെ ജീവിതം കുറച്ച് നാളെ ജീവിച്ചു ഉള്ളുവെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈ ലോകത്തുനിന്ന് കടന്നു പോകണം. അതാണ് എല്ലാവരോടും പറയാനുള്ള, അല്ലെ അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, അങ്ങനെ ജീവിക്കണമെന്ന് പറയാനുമാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഈ നമ്പറിൽ ശ്രീ ഷിബുവിനെ ബന്ധപ്പെടാവുന്നതാണ്. 9961280329. ഒരിക്കൽ കൂടി 9961280329. അമ്മച്ചിയെയും കുടുംബത്തെയും പരിചയപ്പെടുത്താമോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അച്ചമ്മ സണ്ണി. 2 മക്കളാണ് എനിക്ക്. ഇളയ മകനാണ് ഷിബു. ഷിബു ചെറുപ്പം മുതലേ ഒരു പരോപകാരി ആയിരുന്നു. ചെറുപ്പം തൊട്ട് എല്ലാവരോടുമല്ല വളരെ കാര്യമായിരുന്നു. ആർക്കും എന്തും ചെയ്യും. എന്താ പറയട്ടെ, എപ്പോഴും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവനോടും ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ് എല്ലാവരോടും. എന്തെങ്കിലും പ്രത്യേക സംഭവം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ക്രിസ്മസിന് രാവിലെ പോയി അമ്മച്ചി ഞാൻ കറി വെക്കാൻ മേടിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ്. വൈകുന്നേരം വരെ നോക്കി ഇരുന്നിട്ടെങ്കിൽ കണ്ടില്ല. ഇല്ലാത്തവർക്കാർക്കോ കൊടുത്തേച്ച് പോകുന്നു. അങ്ങനൊരു വളരെ സംഭവം ഓർക്കുന്നുണ്ട്. അത് ഓർക്കുന്നതാണല്ലോ എപ്പോഴും നമ്മൾ ഓർമ്മയിലിരിക്കുന്നുണ്ട്. ഷിബു കിഡ്നി ദാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തു തോന്നി? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം, തീരുമാനം. കാരണം ഒരു വൈദികന ദൈവവചനം പറയുന്ന ഒരാളാണ്. അപ്പോൾ ആളിന് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ഇതുമില്ല. വളരെ സന്തോഷമെന്ന് ഞാൻ അമ്മനോട് പറയും. ഇപ്പോഴും വളരെ സന്തോഷമാണ്. വളരെ സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുന്നു. 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ പോവുകയാണല്ലോ. എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ഇവനെന്തെങ്കിലും വന്നാലും എനിക്ക് അച്ഛന് വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന് നല്ല സുഖമായിട്ട് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായി വരും നമ്മൾ അച്ഛനുമായിട്ട്. ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല സ്നേഹമാണ് അച്ഛനായതുകൊണ്ട്, ഒരു വൈദികനായതുകൊണ്ട് എനിക്ക് ഒരു അതിർത്തികളുമില്ല. ചേച്ചിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോമി. ഞാൻ ഷിബുവിൻ്റെ ഭാര്യയാണ്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി. എൻ്റെ വീട്ടിൽ അമ്മയും സഹോദരനും നാത്തൂനും 2 പിള്ളേരുമുണ്ട്. ഷിബുവിൻ്റെ കുടുംബനാഥൻ എന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് എന്തു പറയുന്നു? എല്ലാം ഭംഗിയായിട്ട് തന്നെ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യം എല്ലാവരുടെ കാര്യം ഒരുപോലെ നോക്കുന്നുണ്ട്. പിള്ളേരുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും എല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഭർത്താവ് കിഡ്നി ദാനം ചെയ്യാൻ പോയി എന്നറിഞ്ഞപ്പോൾ പേടി തോന്നിയോ? ആദ്യം ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ആലോചിച്ചപ്പോൾ വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നി. പ്രത്യേകിച്ച് അച്ഛനായതുകൊണ്ട്. അച്ഛനെ നല്ല പരിചയമുണ്ട്. അച്ഛൻ ഇവിടെ വന്ന് ഇടവക വികാരിയുമായിരുന്നു. അപ്പം ഞങ്ങളുമായിട്ട് എല്ലാം നല്ല പരിചയമുണ്ട് അച്ഛന്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ആലോചിച്ചപ്പോൾ വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നി. മക്കൾ? ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് മോനാണ്, +2 പഠിക്കുന്നു. രണ്ടാമത്തേത് മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മായിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ശിവനമ്മ. എൻ്റെ ആങ്ങളുടെ മോനാണ് ഷിബു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. അന്നേരം ഞാനിവിടെ ആണ്. എന്നെ നോക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഷിബു ആണ്. ഞാനിവിടെ താമസിക്കുന്നു. ഷിബുവിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷിബുവിന് നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവം വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ സങ്കടങ്ങൾ കാണാനും ഏത് കാര്യത്തിലും ജീവൻ കളഞ്ഞാണേലും സഹായിക്കാനും എല്ലാം നല്ല മനസ്സിലാണ്. ആശുപത്രിയിൽ പോയി നിൽക്കണമെങ്കിലും അതിലും പോയി നിൽക്കും. എത്ര സമയം വേണമെങ്കിലും നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കുകയും വീട്ടിൽ വരികയും അങ്ങനെയൊക്കെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? ഷിബു തന്നെയാണ് വല്ലതും, അല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഷിബു കിഡ്നി ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈദികനല്ലേ, അത് നല്ലൊരു കാര്യമാണ്. അത് സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോൾ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ഇൻഫർമേഷൻ സെൻറ്ററിലാണ് എത്തിയിരിക്കുന്നത്. ഷിബു ജോലി ചെയ്യുന്ന ടൈം കീപ്പിംഗ് യൂണിയനിലെ അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ താമസിക്കുന്നത് മറിയപ്പള്ളി നാട്ടാതാണ് താമസിക്കുന്നത്.
എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാണ് ഷിബു സണ്ണി. വളരെ നല്ല നല്ലൊരു കൂട്ടുകാരനാണ്. ഞങ്ങളുടെ ഈ തൊഴിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഈ അനൗൺസ്മെൻറ്റിനെ കൂടാതെ നമ്മളിവിടെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ വരുമ്പോഴത്തേക്കിനും യാത്രക്കാർ വരുമ്പോഴത്തേക്കിനും അവരെ പല രീതിയിലും സഹായിക്കാറുണ്ട്. വണ്ടിക്കൂലി ഇല്ലാതെ വരുന്നവരുണ്ട്, അവരെ ഞങ്ങൾ സഹായിക്കും. അതുകൂടാതെ നമ്മുടെ കണ്ണ് കാണാൻ മേലാത്തൊരു അങ്ങനെയുള്ള യാത്രക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെ കയ്യെ പിടിച്ച് ബസ്സേ കൊണ്ടും കയറ്റി അവരെ കയറ്റി വിടും. നമ്മുടെ ഷിബു സണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ജോലിക്കാരനുമാണ്, അതുപോലെ തന്നെ നല്ലൊരു ചെറുപ്പക്കാരനുമാണ്. ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ പറയാമോ? അപ്പോൾ ഇങ്ങനെ ഒരു ഷിബു സണ്ണി ഇങ്ങനെ ഒരു കിഡ്നി ദാനം ചെയ്യുന്ന ഒരു കാര്യം ഒരു 5-6 മാസം മുമ്പ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഇത് നല്ല ഏറ്റവും സാധാരണപ്പെട്ട ആരും ചെയ്യുന്നൊരു കാര്യമല്ല. എനിക്കത് പറയുമ്പം വിഷമമാണ്. അതൊരു ഒന്നും കൂടപ്പുറം പോലും ചെയ്യലാത്തൊരു കാര്യമാണ് പുള്ളി ചെയ്തത്. പുള്ളിയെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ഇത്രയുള്ളൂ എനിക്ക് പറയാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജേക്കബ് മാത്യു എന്നാണ്. ഞാൻ 23 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ആദ്യം ഈ ഷിബു സണ്ണിയുടെ ഫാദറായിരുന്നു എൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ടിരുന്നത്. എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു സഹപ്രവർത്തകനാണ് ഈ ഷിബു സണ്ണി. ഷിബു സണ്ണിക്ക് എല്ലാ വണ്ടികളുടെയും സമയം കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ പുള്ളി മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതാണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ ഇവിടെയൊക്കെ ഉണ്ടാകാറുണ്ട്. അതിലൊക്കെ പുള്ളി ഇടപെടാറുണ്ട്, അതെല്ലാം പറഞ്ഞു തീർക്കാറുമുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായ ഒരു കൂട്ടുകാരനാണ് പുള്ളി. ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ദൈവം ഇടയാക്കട്ടെ. അത് ഏറ്റുവാങ്ങുന്ന ആളിനും കൊടുക്കുന്ന ആളിനും എല്ലാം നല്ല ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ, രണ്ടുപേർക്കും സൗഖ്യം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്. ഷിബു സണ്ണി ചെയ്യുന്ന പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സനിലാൽ. ഞാൻ യൂണിയൻ്റെ സെക്രട്ടറിയാണ്. കോട്ടയത്ത് ചാലൂർ CMS കോളേജിന് സമീപമാണ് എൻ്റെ വീട്. ഞങ്ങൾ ഒന്നിച്ച് ഷിബുവായിട്ട് ഞാൻ കയറിയതിന് ശേഷമാണ് ഷിബു വരുന്നത്. അവരുടെ അച്ഛനുള്ള സമയത്താണ് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഷിബു വരുന്നത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പ്രായത്തിൻ്റെ അതുള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. പിന്നെ അവൻ ഇച്ചിരി വായനയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇച്ചിരി അറിവുള്ളൊരു വ്യക്തിത്വമാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. എങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു മഹാദാനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല തീരുമാനമായിട്ട് എടുക്കുന്നു. ഞങ്ങളെല്ലാവിധ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവും. ബോസ് ചേട്ടനെ കുറിച്ച് ഷിബു വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇനി ബോസ് ചേട്ടന് ഷിബുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനൊരു തൊഴിലാളി പ്രവർത്തകനാണ്. തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ കടയിൽ പ്രവർത്തിച്ചു. ഇവിടെ ഒരു നന്മയുടെ കേന്ദ്രമാണ്. അതിൻ്റെ ഏറ്റവും മൂർത്തികരമായ ആളാണ് ഷിബു ആദ്യം വന്ന് എന്നോട് ഈ കാര്യം ഇങ്ങനെ അച്ഛന് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്യണം. ഒരു കാര്യം പറയണം, ഷിബുവിൻ്റെ ഭാര്യയോട് പറയണം, ഇതിൻ്റെ വരുംവരാഴികൾ എന്താണെന്ന് പറയണം. ആ ഭാര്യയുടെ അനുവാദം മാത്രം വാങ്ങിച്ചാൽ മതി. ഞങ്ങളുടെ ഒന്നും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഷിബു വന്ന് എന്നോടാണ് ഈ കാര്യം ആദ്യമായി പറയുന്നത്. ഞാനിങ്ങനെ ദാനം ചെയ്യുന്നു എന്നുള്ള കാര്യം. എൻ്റെ വികാരി അച്ഛനും ഇതായിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചെയ്യുന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇങ്ങനെ ഈ അവയവദാനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരെന്ന നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് വളരെ ചെറിയ അറിവ് വെച്ച് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. പക്ഷെ ഭാര്യയോട് പറയണം, എന്നിട്ട് മാത്രമേ അനുവാദം കൊടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പരിചയപ്പെടുത്താവോ? ഞാനിവിടുത്തെ മോട്ടോർ തൊഴിലാളി ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സിനുള്ള CA2 ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയാണ്. ഷിബുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടൈം കീപ്പിങ്ങിനെ പറ്റി പറയണം. ഇവിടെ ഈ നാപ്പളം ബസ് സ്റ്റാൻഡിൽ ഈ ടൈം കീപ്പിംഗ് പ്രവർത്തിക്കുന്നത് ഏറ്റവും ഒരു ഒട്ടനവധി ആൾക്കാർക്ക് സഹായമായി മാറുന്നത്. കാര്യം പല സ്ഥലങ്ങളിൽ നിന്നും ബസ് വരുന്നു, യാത്രക്കാർ വരുന്നു, അവരുടെ സമയം അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം ഈ ഷിബുവും കൂട്ടരും കൃത്യമായ രീതിയിൽ അവരെ ബസ്സുകളിൽ കയറ്റി വിടുകയും സമയം പറഞ്ഞു കൊടുക്കുകയും. ഇപ്പോൾ ഷിബുവിനെ പറ്റി പറയുമ്പോൾ നല്ല അവിടെ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ബസ് ഇറങ്ങി ഒരാൾ തലയിറങ്ങി വീണാൽ ഓടിച്ചെല്ലുന്നത് ഇവരാണ്. ഈ കൂട്ടം അവർ ഓടിച്ചെന്ന് സഹായിക്കും.
സഹായിക്കുക മാത്രമല്ല അവരെ നമ്മുടെ 108 വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ ഞങ്ങൾ ഈ ഷിബു കൂട്ടർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അന്നേരം നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ഒരു നല്ല മനസ്സുള്ളവർക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ കഴിയും. ഒരു നല്ല മനസ്സുണ്ട് ഈ നാമ്പളം സ്റ്റാൻഡിൽ. ഈ നാമ്പളം സ്റ്റാൻഡിൽ ടൈഗിപ്പിൻ്റെ പ്രവർത്തനവും ഷിബുവിൻ്റെ പ്രവർത്തനവും ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഷിബു ചെയ്ത നല്ല കാര്യം തന്നെയാണ്. ഷിബു ഞാനിപ്പോൾ അറിയുകയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഷിബുവിന് ഉള്ള പ്രോത്സാഹനം അല്ലെങ്കിൽ ഷിബുവിന് നല്ല മനസ്സുകൾക്ക് നമ്മളിപ്പോൾ അതിനകത്ത് പറയുന്നത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവകൃപയാൽ എൻ്റെ സെൽമിയണീസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ ഡോക്ടേഴ്സ്, നേഴ്സ്, കൂടെ നിന്നവരെ എല്ലാവരും നല്ല കാരുണ്യത്തോടെ പ്രവർത്തിച്ചു. ഇപ്പം അച്ഛന് 2 ദിവസം കഴിയുമ്പോൾ റൂമിലേക്ക് വരും. അച്ഛന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, മൂത്രമൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ക്രിയാറ്റിൻ അളവ് 1.3 ആയി. പിന്നെ ഇതിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ മെലറിയൊക്കെ മാറി വരുന്നു. എങ്കിലും കുറച്ച് ദിവസം കൂടി കഴിയും. എങ്കിലും ഇത് ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഒരുപാട് പേര് പ്രാർത്ഥിച്ചായിരുന്നു. ഒരുപാട് പേര്. കാരണം പേരെടുത്ത് പറയാനാണെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ പേരുടെ പേര് പറഞ്ഞു. ഒരുപാട് പേര്. അതിലും കൊച്ചുപിതാവ് വന്നായിരുന്നു. ഇവിടെ വന്ന് മുറിക്കകത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അഗസ്റ്റിൻ ബിനോയച്ചൻ, എൻ്റെ ലോക വികാരിയച്ചൻ, പിന്നെ അഗസ്റ്റിൻ കളറിക്കലച്ചൻ, അജിയച്ചൻ, ഇമ്മാനച്ചൻ, വർഗീസ് അച്ഛൻ, അങ്ങനെ ഒരുപാട് പേര്. എൻ്റെ ഭാര്യയോട് അല്ലാതെ ഒരുപാട് പേര് പറഞ്ഞു. പിന്നെ എൻ്റെ ഡോക്ടർ, എൻ്റെ സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരോടും, എൻ്റെ കൂടെ നിന്ന് എൻ്റെ സ്ത്രീകളോടും ഉള്ള നന്ദി കടപ്പാടും എന്നോടും അച്ഛനോടും കാണിച്ച, നിങ്ങൾ കാണിച്ച, രണ്ടുപേരോടും കാണിച്ച ആ പ്രാർത്ഥന ദൈവം എന്തായാലും അത് കേട്ടു.